ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർക്കാൻ ഏട്ടത്തെ എന്നെ മുൻകൈ എടുക്കണം. സച്ചിൻ എന്തിനെങ്ങനെ നന്ദേട്ടനെ ന്യായീകരിക്കുന്നേ? ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല ഇപ്പൊ. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരവും വേണ്ട. പ്രാർത്ഥനയോടുകൂടി തന്നെയാ പോകുന്നത്. അവരുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. തടസ്സപ്പെടുത്താൻ നോക്കുന്നവർക്കായിരിക്കും അതിന്റെ കൂലി കിട്ടാൻ പോകുന്നത്. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം മല കയറി കഴിഞ്ഞു. രത്നവേൽ പാണ്ഡ്യനാണ് അവരുടെ നേതാവ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാ. ഏതു കൊടുങ്കാട്ടിലും വേട്ടയാടാൻ മിടുമിടുക്കൻ. ഇപ്പോ ഒരു കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. അർച്ചന മല കയറുന്നത് മുടക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ തീർക്കാനാണോ? അതെ, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ജോലി. തീർക്കുന്ന ജോലി അവൻ ചെയ്തോളും. സമയമായി, നമുക്കും പുറപ്പെടാം. വാ. മോളെ, നീ എന്ത് ചെയ്യാൻ പോവാ? അവര് പോയല്ലോ, അപ്പൊ ഇനി വിളക്കണച്ച് വെക്കാലോ. വേണ്ട, അവര് തിരിച്ചു വരുന്നതുവരെ പൂജാമുറിയിലെ വിളക്ക് അണയാൻ പാടില്ല. അതെന്താ? അവര് പോയത് ഒരു ചെറിയ കാര്യത്തിനല്ല. ആ സ്ഥലത്ത് എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. ഒരുപാട് അപകടം പിടിച്ച സ്ഥലം അത്. അവരുടെ കൂടെ അനൂപേട്ടനും കൂടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ധൈര്യമാവുമായിരുന്നു, അല്ലേ അച്ഛാ? അവനതിന് യോഗമില്ല. അതുകൊണ്ടല്ലേ ആ അപകടം പറ്റിയത്. ആതിര അവനെ വിളിച്ച് സംസാരിച്ചിരുന്നോ? സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞച്ചാ. വിളക്കണേത് ഞാൻ നോക്കിക്കോളാം അച്ഛാ. അതുമാത്രം പോരാ മോളെ, നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് മുന്നോട്ട് പോകാനുള്ള അവരുടെ ശക്തി. ആ മല കയറി പൂജയും വഴിപാടും കഴിച്ച് തിരികെ ഇറങ്ങി വരുമ്പോൾ അവരുടെ ജീവിതം മാറും. ഞങ്ങൾ എല്ലാവരും അർച്ചനടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ മോളെ, അവന്തിയേക്കും നന്ദനും വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നന്ദൻ അവരുടെ കൂടെ പോയില്ല, എന്നാലും അവന്തിക ഈ വീടിന്റെ മരുമകളാ, നന്ദന്റെ ഭാര്യ. അർച്ചനയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും അവൾക്കും ഈ വീട്ടിലുണ്ട്. ഒരാൾ മാത്രം സന്തോഷിക്കുകയും ഒരാൾ ദുഃഖിക്കുകയും ചെയ്യുന്നത് കാണാനല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം ഉണ്ടാവണം. രണ്ടുപേരുടെയും ജീവിതം നന്നാവണം. അതൊക്കെ ശരിയാവും. അല്ല, അച്ഛൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ഞാൻ എടുത്തു വെക്കട്ടെ? ഇപ്പൊ വേണ്ട മോളെ. അല്ല, കുഞ്ഞുങ്ങളെവിടെ? അവര് രണ്ടുപേരും ആതിരയുടെ റൂമിലാ. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ
ആതിരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. അവിടെ രണ്ടുപേരുടെയും കാര്യം ആതിരയും അനഘയും കൂടെ ഏറ്റെടുത്തിരിക്കുക. ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. നന്ദേട്ടനും കൂടി വരായിരുന്നു. പിന്നെ പൂജയ്ക്ക് മര്യാദയ്ക്കിരിക്കാൻ മനസ്സ് കാണിക്കാത്ത മനുഷ്യനാ മല കയറാൻ പോകുന്നത്. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി സച്ചി. കേക്കണ്ടേ? നന്ദേട്ടനാണല്ലോ. ഹലോ നന്ദേട്ടാ, ഞങ്ങളിപ്പോ ഏട്ടന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ശരി, ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കാം. താങ്ക്സ് ഏട്ടാ. ആ, ഞാൻ അവന്തികടത്തി കൊടുക്കാം. ഹലോ ഹലോ, കട്ടായല്ലോ. നന്ദേട്ടൻ നമ്മളെ വിഷയം വേണ്ടി വിളിച്ചതാ. ഏട്ടത്തിയുടെ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. സ്വന്തം ഭാര്യയുടെ കൂടെ ഒരു പൂജയ്ക്ക് വരാനോ എന്നെ ഒന്ന് വിഷ് ചെയ്യാനോ ഒക്കെ സമയമില്ല. എന്നിട്ട് നിങ്ങളെ വിളിച്ച് വിഷ് ചെയ്തിരിക്കുന്നു. അവനവൻ കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടൂ, അതാരായാലും. നന്ദേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ ഒരു നല്ല കാര്യത്തിന് പോവുക. പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർക്കാൻ ഏട്ടത്തെ എന്നെ മുൻകൈ എടുക്കണം. സച്ചി എന്തിനെങ്ങനെ നന്ദേട്ടനെ ന്യായീകരിക്കുന്നേ? സച്ചേട്ടാ, ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല ഇപ്പൊ. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരവും വേണ്ട.